രണ്ടാമത് കൊടുത്തതാണ് കേരളത്തിൽ. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിടിയാളുകളും കൂടെ ചേർന്ന് നശിപ്പിച്ചു. ഒന്നാമത് ആദ്യം എടുത്ത് കളയേണ്ടത് ആ പി ശശിയെ. സങ്കടമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട് എല്ലാ കാര്യത്തിലും. പുള്ളിയുടെ കാര്യത്തിൽ പുള്ളിക്ക് ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. അവരുടെ സാലറി അത്ര ഇതായിട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അത് തന്നെ അവരുടെ ഭരണ തകർച്ചയാണ്. പിണറായി വിജയന്റെ സ്വഭാവത്തിന്റെ രീതിക്ക് ഞങ്ങൾ അറിഞ്ഞ പിണറായി അല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ മനസ്സിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുണ്ട്. ആ രൂപത്തിലല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ നടപടിയും കാരണങ്ങളും. പിണറായി വിജയന്റെ പരിധിയിൽ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിലും അദ്ദേഹത്തിന് ഒരു നല്ല പാർട്ടിക്കാരൻ എന്നുള്ള രൂപത്തിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള രൂപത്തിലും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസരം ജനങ്ങൾ കൊടുത്തു. രണ്ടാമത് കൊടുത്തതാണ് കേരളത്തിൽ. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിടിയാളുകളും കൂടെ ചേർന്ന് നശിപ്പിച്ചു. ഒന്നാമത് ആദ്യം എടുത്ത് കളയേണ്ടത് ആ പി ശശിയെ എടുത്ത് കളയണം. എന്താന്ന് ചോദിച്ചാൽ അവിടെ കാര്യം ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ, കാരണം 24 മണിക്കൂർ മുഖ്യമന്ത്രി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കാരണവും മറ്റുള്ള കാരണവും. ഇത് പിണറായി വിജയന്റെ സ്വഭാവത്തിന്റെ രീതിക്ക് ഞങ്ങൾ അറിഞ്ഞ പിണറായി അല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ മനസ്സിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുണ്ട്. ആ രൂപത്തിലല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ നടപടിയും കാരണങ്ങളും. കാരണം ഈ ഇപ്പം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇത് പറയാൻ കാരണം, നമ്മുടെ പി ശശിയെ പറ്റി. കാരണം ഞാൻ ഒരു ലോട്ടറി തൊഴിലാളിയാണ്. ലോട്ടറി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ VS അച്യുതാനന്ദന് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഈ കാണുന്ന ഞങ്ങളുടെ ലോട്ടറി ഓഫീസാണ് 7ാം നില. അപ്പം അതിനകത്തുനിന്ന് ഞങ്ങളുടെ ലോട്ടറി തൊഴിലാളി ഏറ്റവും നല്ലൊരു ക്ഷേമനിധിയിൽ, ഇപ്പൊ ഞാനിത് ഇപ്പൊ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ വളരെ കാര്യമാണ്. ലോട്ടറി തൊഴിലാളികളുടെ പണമെടുത്ത് ലോട്ടറി തൊഴിലാളികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എബ്രഹാം ഞങ്ങൾക്കെതിരെ ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. കാരണം വീടില്ലാത്തവർക്ക് വീട്. എനിക്ക് വീടില്ല. എൻ്റെ വീട് 2018-19 വെള്ളം കയറി നശിച്ചു പോയി. ഞാനൊരു അപേക്ഷ വെച്ചു. അപ്പോൾ അവര് 79ാമത്തെ ബമ്പറിന്റെ ലാഭത്തിൽ നിന്ന് എനിക്ക് വീട് വെക്കാൻ തൊഴിലാളികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചുകൊണ്ട് ഞങ്ങളുടെ കാശെടുത്ത് ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷന് പോയി. ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിലായിരുന്നു ആ കേസ്. അദ്ദേഹം 18 നിലയിൽ തള്ളി. എന്നിട്ട് പിന്നെ അവരിങ്ങനെ നടക്കുക. ഇനി കാരണം ഭരണം നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് നിയമോപദേശം കൊടുത്തത് ആരാ? ഞാൻ യുവരാജ പ്രവർത്തകൻ കൂടാ. ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആർക്ക്? പിണറായി വിജയന് നേരിട്ട് കത്തെഴുതി. ഈ ഉപദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണോ, അതോ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലാണോ, അതോ പി ശശിയാണോ? ഇങ്ങനെ ഒരു നിർദ്ദേശം. അതുപോലെ തന്നെ പെൻഷൻകാർക്ക് തന്നെ പെൻഷൻ 8-10 മാസത്തെ പെൻഷൻ കിട്ടാഞ്ഞിട്ട്, ഞാനും ഒരു പെൻഷൻ എൻ്റെ ആളാ, കിട്ടാഞ്ഞിട്ട് മറിയക്കുട്ടി എന്നൊരു അമ്മ പിച്ചു തണ്ടി ഇറങ്ങി ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് കൊടുത്തു. അപ്പം പിന്നെ ഈ പെൻഷൻ കൊടുക്കണ്ട, അതിനെതിരെ കേസ് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഇദ്ദേഹം ഒന്നും ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല. പിണറായി വിജയന്റെ ഭാഷയിൽ പറയിൽ പിണറായി വിജയൻ ഇപ്പൊ ഒരു നികൃഷ്ട ജീവിയാ. എന്നെ സംബന്ധിച്ച് ഒരു നികൃഷ്ട ജീവിയോ പിണറായി വിജയന്. എന്റെ സംസ്കാരമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ സംസ്കാരമല്ല. പക്ഷെ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഒരു ഭാരമായി കഴിഞ്ഞിരിക്കുകയാണ്. 3 വർഷം മുമ്പേ ഞാൻ പറഞ്ഞു ഇറങ്ങി പോകുന്നതാണ് നല്ലത്. നല്ല കാര്യം ചെയ്യാൻ ഇഷ്ടംപോലെ അവസരം അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല, ചെയ്യുന്നില്ല. അദ്ദേഹം എന്റെ അല്ല, ഒരു കൊക്കോസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ രാജ്യത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അധികാരത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട്. എന്റെ അഭിപ്രായം അതാണ്. വളരെ തകർച്ചയിലാണ് പോകുന്നത്. ഒരു കാരണവശാലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം. വലിയ ഇതിലാണ് പോകുന്നത്. ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആയതിൽ വളരെ സങ്കടമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട് എല്ലാ കാര്യത്തിലും. പുള്ളിയുടെ കാര്യത്തിൽ പുള്ളിക്ക് ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. ഭരണത്തെ പറ്റി പറയുമ്പോഴേ, എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ്. അപ്പോ പ്രളയം, മറ്റു ദുരന്തങ്ങൾ, കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും സഹായിക്കാം. നമ്മളുടെ ഒരു നമുക്ക് തോന്നി സഹായിക്കാം. പക്ഷെ ലോകത്ത് എവിടെങ്കിലും ഒരു പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് എന്ന് വെച്ചാൽ അവർ ചിലപ്പം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ഉള്ളൊരു കാലത്ത് അവരുടെ സാലറി അത്ര ഇതായിട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അത് തന്നെ അവരുടെ ഭരണ തകർച്ചയാണ്. അപ്പോൾ എനിക്കിതിനോടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവർക്ക് ഇപ്പോൾ ഗവൺമെന്റ് ജീവനക്കാരെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതികൾ, കാര്യങ്ങൾ, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് 100% ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഭരണമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒരിക്കലും ഞാൻ ഒരു യങ് ജനറേഷനിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മുമ്പ് അനുഭവിച്ചതിനെക്കാട്ടി ഒരുപാട് വ്യത്യാസങ്ങൾ ഈ നാട്ടിലുണ്ട്. അത്
എന്താണ്, നമുക്ക് ആർക്കും അടിമപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ചിലവർ അടിമകളായിട്ട് ജീവിക്കുന്നവർക്ക് എന്താണ്, അവർക്ക് ഇത് നല്ലതെന്ന് പറയാം. പക്ഷെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. അത് ഇന്നതെന്ന് എടുത്തു പറയാൻ അറിയില്ല. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഞാൻ ഈ ഭരണത്തോട് സാറ്റിസ്ഫൈഡ് അല്ല, 100% സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെയാണ്. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളും കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. മലയാളികൾക്ക് പണിയില്ല എന്നുള്ളത് സത്യമാണ്. അത് മലയാളികൾ പണിയെടുക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. അതൊക്കെ തന്നെയാണ് വികസനം. മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വരിക, അവർ നന്നായിട്ട് ജീവിക്കുക. അതൊരു സംസ്ഥാനത്തെ കുറിച്ചിട്ട് നല്ല ഭരണം തന്നെയാണ്. അത്രേ ഉള്ളൂ. പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല. പെൻഷൻ കൊടുത്തു? ഞാൻ കൊടുത്തില്ല. അതിപ്പോ 30 പ്രാവശ്യം തന്നില്ലെങ്കിൽ അയാളെ കുറ്റം പറയാൻ നിൽക്കണം. അത് മേടിക്കുമ്പോൾ നല്ലത് പറയാൻ നിൽക്കണം. അപ്പൊ അതിനൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്ട് പോവുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചായ കുടിക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ നടക്കുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ BJP ഭരിച്ചിട്ട് ഇവിടെ കേന്ദ്രത്തിൽ എന്താണ് കാട്ടിക്കൂട്ടണം? അപ്പൊ അത് പറയാനാവില്ല. അപ്പൊ ഭരണത്തിന് കുറ്റമൊന്നുമില്ല. ഭരണത്തിൽ ഇപ്പൊ എന്താ കുറ്റം? എന്താ സാധനത്തിന് വില കൂടിയതാണ് പ്രശ്നമാണ്. അതിപ്പോ മാർക്കറ്റിംഗ് അല്ലേ. അവിടെ അത് കൂടുമ്പോ അമേരിക്കൻ ഡോളറിന് വില കുറഞ്ഞു, വില കൂടി. അപ്പൊ അതാ കാരണം മറ്റു പാർട്ടികളെ സ്വാധീനിച്ച് വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണ് അദ്ദേഹം ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനങ്ങൾക്ക് നന്മയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നതായിട്ട് എൻ്റെ അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ അതിനോട് താല്പര്യം. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹം വലിയ തെറ്റുകാരനാണെന്നും മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വയനാടും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടല്ലോ. അതൊക്കെ കൈകാര്യം ചെയ്ത് പോട്ടെ. അപ്പൊ ഈ പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും തെറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല. ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ധനവകുപ്പും മുഖ്യമന്ത്രി പദമൊക്കെ വേറെ വേറെയാണല്ലോ. അപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് നമ്മൾ മുഖ്യമന്ത്രി ആകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മൾ മുഖ്യമന്ത്രി ആവാനും പോകുന്നില്ല, അതൊന്നുമില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേരളം. കേരളത്തിൽ ഇപ്പോൾ ബിസിനസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കേരളത്തിൽ മുതൽ മുടക്കുന്നുണ്ട്. അതൊന്നും കാണാതെ പോയിട്ട് കാര്യമില്ല. പിന്നെ മലയാളികളായാലും ഞാനായാലും ആരായാലും വെറുതെ ഇരുന്നാൽ പൈസ കിട്ടൂല്ലോ പണിയെടുക്കും.